ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയെന്നുമാണ് പറയുന്നത്. കറിവേപ്പില 2 തണ്ട്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ച് ഇത് 1 കപ്പ്, സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലോക്കി 1 കപ്പ് അതിട്ട് കൊടുക്കണം. എന്നിട്ട് 1.5 കപ്പ് വെള്ളമൊഴിച്ച് മഞ്ഞൾ ചേർത്ത് വേകാൻ അടച്ചു വയ്ക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി നേരത്തെ ഇടാഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. വെള്ളം 1.5 കപ്പ് ഒഴിക്കണം. തിളച്ച് ലോക്കി വേകട്ടെ, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും 2 പച്ചമുളകും പിളർന്നതും ഇടുക. നല്ലവണ്ണം ഇളക്കി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് തക്കാളിയുടെ കൂടെ ഇട്ടാൽ മതി. ഉപ്പുണ്ട്. മീഡിയം ഫ്ലെയിം ആക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക. അടച്ചു വയ്ക്കുക. RSSൻ്റെ അസുഖമുള്ളവർ മുരിങ്ങയില കഴിക്കാൻ പാടില്ല. മുരിങ്ങയില വളരെ ചൂടാണ്, RSS വർദ്ധിപ്പിക്കും. പിന്നെ ലോക്കിയുടെ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ ഗർഭസ്ഥാവസ്ഥയിൽ ലോക്കി ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ മെമ്മറി ഗ്ലാൻഡിനെ അത് എനർജൈസ് ചെയ്ത് കുട്ടിക്ക് പാല് ഊട്ടാൻ കഴിയും.